ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോസിനെ കുറിച്ച് ഇതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി ഫാമിലിയെ കുറിച്ചാണ് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രഗ്നൻസി റിവീൽ ചെയ്ത ആ ഒരു രീതി ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പം അതിനെ എതിർത്തിട്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ പല കാര്യങ്ങൾക്കും. പക്ഷെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെടാതിരിക്കും. അപ്പൊ അത് തന്നെയായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോ ഞാൻ ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നോക്കിയ ടൈമിൽ ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ മോശമായിട്ട് പറയാൻ അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ട് തന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്തിട്ടുള്ളത്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ റിവീൽ ചെയ്യുന്ന ടൈമിൽ പ്രഗ്നന്റ് ആണെന്ന് ആ പെൺകുട്ടി അറിഞ്ഞ ടൈമിൽ അവർക്ക് വല്ലാതങ്ങ് വിഷമം വന്നു, വല്ലാതങ്ങ് കരയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കണ്ടപ്പം കുറച്ചെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ലേഡീസിനെ സംബന്ധിച്ച് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിലൊന്ന് ആ ഒരു വീഡിയോ കൊണ്ടുവരണമെന്ന് കരുതി. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കിടക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം. എന്റെ ദൈവം ഇങ്ങനെ നിന്ന അമ്മ കരയിൽ നോക്കി കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അമ്മ. അയ്യയ്യേ അതിനിപ്പോ എന്തോന്നിന് കരയുന്നു? എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല അല്ലേ നീനമ്മ? അതിങ്ങട് അതിൻ്റെ ഇടയ്ക്ക് സൈഡ് കുരുത്തൊക്കെ ഇട്. തടി തടി തായി ഇവിടെ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനുവിനൊരു കൂട്ടോടായെന്നില്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എന്നെ കരയുന്നത്? നീന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? കരണ്ടടി. എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത്. എക്സ്പെക്ട് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും, ചെയ്യാതെ വരുന്ന ആള് നീ ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കണ്ട. ഇനിമ കണ്ട അമ്മച്ചി കരയുന്നുണ്ടോ? അമ്മ കരയുന്നു, അമ്മ കരയുന്നു. അമ്മ ആശ്വസിപ്പിക്ക്. കരയാതിരി, നീ ഇങ്ങോട്ട് കരയാതിരി. ആ അമ്മ ആശ്വസിപ്പിക്ക്. ആശ്വസിപ്പിക്കാൻ അടിക്കുവാണ്. എന്തിനു പേടിക്കുന്നത്? അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കരയാതിരിക്കുക. എന്തിനു കരയുന്നത്? കാലിടിച്ച് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവര് ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഒരു കുട്ടിക്ക് വേറൊരു കുട്ടി വരുന്നതിനോട് ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നുള്ളത്. കുട്ടിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മൂത്ത കുട്ടിക്ക് അത്രയും വയസ്സായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു പ്രഗ്നന്റ് ലേഡി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ അസ്വസ്ഥതകളാണുള്ളതെന്നുള്ളത് എല്ലാ ലേഡീസിനും അറിയാം, അല്ലെ? പ്രസവിച്ച എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. ഗർഭിണിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയ ആ ഒരു ടൈമിൽ തന്നെ ഛർദ്ദിച്ച് ബോധം കെട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഛർദിയും അതുപോലെ തലവേദനയും ഒക്കെ വന്ന ആ ഒരു ടൈമിലായിരിക്കും മനസ്സിലാകുന്നത് ഇവര് പ്രഗ്നന്റ് ആണെന്നുള്ളത്, അല്ലെ? അപ്പൊ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഒരു 9 മാസം 9 ദിവസം അങ്ങനെ ആ ഒരു കണക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈം കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും ഓരോ ലേഡീസിനും. പക്ഷെ ലേഡീസ് എല്ലാവരും അത് നന്നായിട്ട് തന്നെ, ചിലര് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഭയങ്കരമായിട്ട് അവശതയായിരിക്കും, അല്ലെ? എന്നാലും ഒരു കുഞ്ഞ് വരുന്ന ആ ഒരു സന്തോഷവും ഉണ്ടാവും. പക്ഷെ എത്രയൊക്കെ നമ്മൾ സന്തോഷം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരീരത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ, അത് നമ്മളെപ്പോൾ തന്നെ നമ്മുടെ ഭർത്താവിനും അറിയായിരിക്കും, അല്ലെ? നാട്ടിലുള്ള ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാര്യമാരുടെയും വിഷമങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ പറയും ഒരു കുട്ടിക്ക് ഒരു 3 വയസ്സാവട്ടെ അല്ലെങ്കിൽ 4 വയസ്സാവട്ടെ എന്നിട്ട് മതി സെക്കൻഡ് എന്നുള്ളത്. അപ്പൊ പിന്നെ
ചില ടൈമിൽ നമുക്ക് വിചാരിക്കാത്ത ടൈം കിട്ടും. അങ്ങനെ കിട്ടിയതാണിപ്പോൾ അച്ചുവിന്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് കരയുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാനായാലും പ്രസവമൊക്കെ കഴിഞ്ഞ ടൈമിൽ എടുത്തൊരു ഉഗ്ര ശബ്ദമാണ് കുട്ടിക്കൊരു 4 വയസ്സ് കഴിയാതെ എന്തായാലും രണ്ടാമത് വേണ്ടാന്നുള്ളത്. കാരണം അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡെലിവറിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടേതായിട്ടുള്ള ശരീരത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ നോക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ ഓരോ ലേഡീസിനും ഈ ഒരു ടൈമിൽ ചെറിയ കുട്ടിയായിരിക്കും തന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടാകുമ്പം അത് നമുക്ക് മെന്റലി ആയാലും ഫിസിക്കലി ആയിക്കാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഓരോ അമ്മമാരും ഓരോ കുട്ടിക്കും ജന്മം നൽകുന്നത്. അപ്പം ആ ഒരു ടൈമിൽ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അമ്മമാരുടെ മാനസികവുമായിട്ടുള്ള പിന്തുണ അത്യാവശ്യമാണ്. ഇതിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. കൂടുതൽ പേരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കമന്റ്സ് ആണ് ഇതിൽ വന്നേക്കുന്ന ഭൂരിഭാഗവും. ഒരാൾ പറയുന്നത്, ആ ചേച്ചി ഒട്ടും മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡ് അല്ല. ദയവ് ചെയ്ത് ഇതൊന്നും നോർമലായി കാണരുത്. സഹിക്കുന്നത് ആ ചേച്ചി ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ പ്രസവത്തിൽ പോലും അതൊരുപാട് കരയുന്നതൊക്കെ കണ്ടു. ഒരു ഗ്യാപ്പ് എന്തായാലും വേണ്ടിയിരുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് പ്രസവത്തോടെ കുട്ടികളെ കൊല്ലുന്നതും അവരെ വേദനിപ്പിക്കുന്നതുമൊക്കെ. അതൊരിക്കലും അമ്മമാരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും ഭയാനകമായ അവസ്ഥയിലൂടെയാവും അവർ കടന്നു പോകുന്നത്. ചേച്ചിയെയും കുഞ്ഞിനെയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചേച്ചിക്ക് പ്രത്യേക പരിഗണന നൽകുകയും വേണം. 10-20 പെറ്റ അമ്മമാരുടെ വർത്താനം കേട്ട് എല്ലാവരും ഒരുപോലെയാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് സത്യമാണ്. ഇപ്പോൾ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞാൽ പണ്ടുള്ള ആളുകളുടെ പ്രസവിച്ച രീതി, അവരിങ്ങനെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്, എന്താണ് ഉരലും ഒലക്കൊക്കെ എടുത്തിട്ട് കുത്തിയിട്ട് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ചെയ്തിട്ട് പ്രസവിച്ചിട്ട് പിന്നെ അത് പോയിട്ട് കുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പഴമൊഴികളും കൊണ്ടുവരും ആളുകൾ. പക്ഷെ അതേപോലെയല്ല ഇപ്പോഴുള്ള ആൾക്കാരുടെ ജീവിത ശൈലിയും അതുപോലെ തന്നെ ആരോഗ്യവും. അപ്പം അതൊന്നും കണക്കിലെടുക്കാതെ ഓരോരുത്തർ ഇതുപോലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. അതൊക്കെ വളരെ മോശം തന്നെയാണ്. ഓരോരുത്തരുടെയും ആരോഗ്യത്തിനനുസരിച്ചിട്ടാണ് പ്രസവത്തിന്റെ കാലഘടനയൊക്കെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്. പണ്ടൊക്കെ ഓരോ ആളുകൾക്കും 12, 13, 9, 10 ഒക്കെ മക്കളുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രസവിച്ചെന്നുള്ളത് ഇപ്പോൾ ഉള്ള ആളുകൾ ചിന്തിക്കുന്നത്. ഇപ്പം ഞാനടക്കം ചിന്തിച്ചു നോക്കാം, ഇവർക്ക് ഇത്ര മക്കളുണ്ടോ, എങ്ങനെയാണ് പ്രസവിച്ചെന്നുള്ളത്. കാരണം പ്രസവത്തിന്റെ കാര്യം ഒരു സ്ത്രീകളോടും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയും അത് എത്രത്തോളം കഠിനമാണെന്നുള്ളത്. പക്ഷെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ അമ്മമാരും ഓരോ കുട്ടി ജനിക്കുന്ന ടൈമിൽ ഉണ്ടാവുക. നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയൊക്കെ കടിച്ചമർത്തിയിട്ട് ആ കുട്ടിയെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയുണ്ട്. അടുത്തൊരാൾ പറഞ്ഞത്, പറയുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്, ബട്ട് ചേട്ടന്റെ ചിരി കാണുമ്പോൾ സത്യം പറയുമ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. ആ ചേച്ചി ഫിസിക്കലി ആൻഡ് മെന്റലി ഇമോഷണലി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ചേട്ടൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചേട്ടൻ ഹാപ്പിയാണ്, ചേച്ചി ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. പിന്നെ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ദൈവം തരുന്നു നമ്മൾ വാങ്ങുന്നു. ബട്ട് എന്തോ എനിക്ക് ചേട്ടനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് മിനിമം 2-3 ഇയേഴ്സ് കഴിഞ്ഞാലേ ഒരു സ്ത്രീയുടെ ബോഡി ഓക്കെ ആവുള്ളൂ. അതുകൊണ്ട് ഹസ്ബൻഡിനെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു അങ്ങനെ ചേട്ടൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അച്ഛനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അവളെ സമാധാനിപ്പിക്കുന്നതിലുപരി ഓരോന്നിങ്ങനെ പറയുകയാണ്. അപ്പം അത് ആ ഒരു ടൈമിൽ വന്നേക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. കാരണം ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ അറിഞ്ഞപാട് അവർ വീഡിയോ എടുത്തിട്ട് കാണിക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അധികമൊന്നും പറയാൻ പറ്റാത്തത്. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു ലേഡീൻ്റെ പ്രോബ്ലം അത് ഭർത്താവ് തന്നെ അറിയണം. ഒരു പ്രസവം കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് നല്ലതാണ്, കുറച്ച് ഗ്യാപ്പ് എന്തായാലും വേണം. അപ്പം അങ്ങനെ ഗ്യാപ്പ് എടുക്കാതെ ഇപ്പോൾ ഒരു 17-18 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ 25 വയസ്സാകുമ്പോഴത്തേക്ക് 2-3 മക്കളുടെയൊക്കെ ഉമ്മയാവുക. ആ ഒരു ടൈമിൽ അവരുടെ ബോഡിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പിന്നീട് അവർക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുവേദന ആയിക്കഴിഞ്ഞാലും നടക്കാൻ വേണ്ടി കാല് വലിയാത്തൊക്കെ അവസ്ഥ, അങ്ങനെയുള്ള കുറേ ഭാഗം ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു വയസ്സിൻ്റെ ഗ്യാപ്പ്, ഒരു 4-5 വയസ്സെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിട്ട് രണ്ടാമത് ഒരു കുട്ടി നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ഇവർ ഈ കരയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ മൂത്ത കുഞ്ഞിനെ എനിക്ക് നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ളത്. കാരണം ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ അത്രക്കും ടയേർഡായിരിക്കും. അപ്പോൾ ഓവറായിട്ട് എന്തെങ്കിലും കുട്ടീൻ്റെ ഒരു കുരുത്തക്കേട് കണ്ടാൽ നമുക്കത് വലിയൊരു ദേഷ്യം ഉണ്ടാവാം. കുറേ മൂഡ് സെൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ചിന്തിച്ചിട്ടാണ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. കണ്ടപ്പോൾ വല്ലാതൊരു വിഷമം തന്നെ തോന്നിപ്പോയി. ഇപ്പോൾ വേണ്ടിയില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണ്ടി എന്നുള്ളത് എനിക്കടക്കം തോന്നിപ്പോയി. ഈ വീഡിയോ കണ്ട ടൈമിൽ ഓരോരുത്തരുടെയും ലൈഫിലെ ഏതൊക്കെയോ ഭാഗങ്ങളാണ് ഈ പോകുന്നതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. കാരണം കൂടുതൽ പേരും പ്രിപ്പയർഡ് അല്ലാത്ത ടൈമിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ളൊരു മെന്റൽ പവറിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും മാനസികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏകദേശം ഒരു 8-9 മാസം വരെ മാനസികമായിട്ട് വളരെ നല്ല കുഴപ്പം, ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ പോയ ആളുകളെ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വയറ്റിൽ വെച്ചിട്ടുണ്ടാകുന്ന കുട്ടിക്കും അത് നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 2-3 വയസ്സ് ഗ്യാപ്പ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എന്തായാലും അവർക്ക് ദൈവം കൊടുത്ത ആ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ പുറത്ത് വരട്ടെ. നല്ല സന്തോഷം തന്നെ അച്ചുവിൻ്റെ ഇനിയുള്ള വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കട്ടെ.